ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോവാണ്. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സൊക്കെ കയറി ഇനിയിപ്പോൾ ഒരു 5-6 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സെൻറ്റ് ഫാഗൻസ് എന്ന പേരുള്ള ഒരു ഓപ്പൺ എയർ ഹെറിറ്റേജ് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ വീടിനടുത്ത് നിന്ന് ഏകദേശം ഒരു 1/2 hour ഡിസ്റ്റൻസിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ സ്റ്റോപ്പിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് 25 minutes നടക്കണം അല്ലേ? ഇവിടെ വലിയൊരു സിമിറ്ററിയൊക്കെ ഉണ്ടല്ലേ. ഒരുപാട് വലുതാണ്. പക്ഷെ എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഗൂഗിൾ ചെയ്ത് നോക്കാം. അങ്ങനെ നടന്ന് സെൻറ്റ് ഫാഗൻസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് 25 minutes സെൻറ്റ് ഫാഗൻസ് മ്യൂസിയത്തിലേക്ക് നടക്കണം. ഗൂഗിൾ മാപ്പ് കാണിച്ചത് വീട്ടിൽ നിന്ന് 25 minutes ആണെങ്കിലും നമ്മൾ ബസ്സിൽ പോകുന്നതുകൊണ്ട് അങ്ങോട്ട് ഡയറക്റ്റ് ബസ്സില്ല. അപ്പം ബസ് റൂട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് 25 minutes നടക്കണം. അങ്ങനെയാണ്. ഞങ്ങൾ പിന്നെ നടക്കാൻ അങ്ങനെ മടിയില്ലാത്ത ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും നടക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള 25 minutes വാക്ക് അങ്ങോട്ട് അത്ര ഈസി അല്ല. ഞങ്ങളെ ഗൂഗിൾ മാപ്പ് ഞങ്ങൾ കുറച്ച് ചുറ്റിച്ചു. കാരണം ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്ന വഴിയിൽ ഫുട്പാത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഫുട്പാത്തില്ലാത്ത ഒരു സൈഡ് ചേർന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റോട്ടിൽ കാണാമല്ലോ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് ഒരുപോലെ വണ്ടികൾ വരുന്നുണ്ട്. നിൽക്കാനോ നടക്കാനോ നമുക്ക് സ്പേസ് ഇല്ല. അപ്പോൾ ഈ വഴി എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കണ്ട ഒരാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു ഈ റോഡ് ഇങ്ങനെയാണ്. അപ്പം യൂഷ്വലി എല്ലാവരും സേഫ് അല്ല എങ്കിലും പോലും എല്ലാവരും ഈ വഴി നടക്കാറുണ്ടെന്ന് പറഞ്ഞു. ആ ധൈര്യത്തിലാണ് ഞങ്ങൾ നടന്നത്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ഫുട്പാത്ത് ഇല്ലാത്ത റൂട്ടിൽ കൂടെ അങ്ങനെ ആരും നടക്കുന്ന കാണാറില്ല. അത് സേഫും അല്ല, അതുകൊണ്ടായിരിക്കാം. എൻട്രി ഫീ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിനി എന്താണ് അവസ്ഥ എന്ന് ഉള്ളിലേക്ക് ചെന്നിട്ട് നോക്കാം. യുകെയിലെ ആദ്യത്തെ ഓപ്പൺ എയർ മ്യൂസിയമാണ് സെൻറ്റ് ഫാഗൻസ്. 1948 1 ജൂലൈയിലാണ് ഇത് പബ്ലിക്കിന് വേണ്ടി ഇവർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അതും വിത്തൗട്ട് എൻട്രി ഫീയോടുകൂടി. ഈ കാണുന്ന മെയിൻ ബിൽഡിങ്ങിലൂടെ കയറിയാലേ നമുക്ക് മ്യൂസിയത്തിലേക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന ഗൈഡിനോട് ഞങ്ങൾ ജസ്റ്റ് ചോദിച്ചു. ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ്, സോ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി സ്ഥലങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ അവരവിടെയുള്ളൊരു മാപ്പ് വെച്ച് ജസ്റ്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. കൂടാതെ ഈ മാപ്പിൻ്റെ ഒരു പിക്ചർ എടുത്ത് വെച്ചോളാനും പറഞ്ഞു. സോ ഉള്ളിൽ കയറുമ്പോൾ കൺഫ്യൂഷൻ വരില്ലല്ലോ. കാരണം ഏകദേശം ഒരു 100 acres വരുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വരും. താങ്ക് യു. പിന്നെ ഈ കാണുന്ന മെയിൻ ബിൽഡിങ്ങും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തന്നെയുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സ്മോൾ ഷോപ്സുകളുണ്ട്. ടീ ഷോപ്സ്, കോഫി ഷോപ്സ്, പിന്നെ റെസ്റ്റ് റൂം, പിന്നെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാൻ. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കുറച്ച് ആപ്പിൾ ട്രീസൊക്കെ കാണുന്നുണ്ട്. ആപ്പിളൊക്കെ പൊഴിഞ്ഞ് നിലത്ത് കിടപ്പുണ്ട്. പക്ഷെ നമുക്കിത് കാണുമ്പോൾ എടുക്കാനൊക്കെ തോന്നുമെങ്കിലും ഒരു സൈഡിൽ ചെറിയ ഫെൻസ് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഹെറിറ്റേജ് ഹൗസസ്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് എന്താണെന്ന് പോയി നോക്കാം. ഈ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നല്ല വെൽഷ് ആയതുകൊണ്ട് ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പം ഞങ്ങൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇവിടെ കാണുന്ന ഈ സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച ഒരു ഇഗ്ലൂ ഷേപ്പിലിരിക്കുന്ന ഈ ബിൽഡിങ്ങിനെ കുറിച്ചാണ്. ഇത് അന്നത്തെ കാലത്ത് അവർ പന്നികളെ വളർത്താൻ വേണ്ടിയിട്ട് അവരെ ഫീഡ് ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു ഇത്. നമ്മളിതിലുള്ള ഒരു ഹെറിറ്റേജ് ഹൗസിൻ്റെ ഉള്ളിൽ കയറാൻ പോകണം. What is this thing? So this is called the drop spindle. It's a very, very old way of spinning a thread that you can then use for sewing or weaving or knitting or anything along those lines. Oh. Hello. Hello. They use this thing for weaving. അപ്പോൾ അവരെന്താണ് ഈ ചെയ്യുന്നത് ഞാനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഡ്രോപ്പ് സ്പിൻഡിൽ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അന്നത്തെ കാലത്ത് അവർ സ്വീങ് തിന്നാനോ തയ്ക്കാനോ ഒക്കെ ആയിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഈ ഗൈഡ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ വീട്ടിൽ വന്ന് താമസിച്ചിരുന്ന ആൾക്കാർ അവരെങ്ങനെയായിരുന്നു, അവരുടെ ലൈഫ് സ്റ്റൈൽ, അങ്ങനെ കാര്യങ്ങളെപ്പറ്റി അവർ ടൂറിസ്റ്റുകൾക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിലുള്ള എല്ലാ ഹട്ടുകളിലും ഓരോ ഹട്ടുകളിലും ഇതുപോലെ ഓരോ ഗൈഡുകളുണ്ട്. തെറ്റിപ്പോയി, നമ്മൾ വരേണ്ടത് അപ്പുറത്തെ സൈഡിലൂടെയാണ്, പക്ഷെ നമ്മൾ കയറിയത് ഇല്ല. ഈ വീടിൻ്റെ ഫ്രണ്ട് യാർഡിൽ തന്നെ ഒരു മൈതാനമുണ്ട്. അവിടെ കുറേ ചെമ്മരിയാടുകൾ ഇങ്ങനെ മേഞ്ഞ് നടപ്പുണ്ട്. ഐവ് വിൻസർ എന്ന ആൾ ഈ കാസ്റ്റിലെ എസ്റ്റേറ്റ് എല്ലാം നാഷണൽ മ്യൂസിയത്തിന് കൊടുക്കുകയായിരുന്നു. 1948 മുതൽ ഒരു 40ഓളം ബിൽഡിങ്ങുകൾ ഡിഫറെൻറ്റ് ഹിസ്റ്റോറിക്കൽ പീരിയഡ്സിലുള്ളത് അവരോട് റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഫാം ഹൗസ്, സ്കൂൾ എല്ലാം കൂടെ ഒരു 100 ഏക്കർ പാർക്ക് ലാൻഡിൽ ഇൻക്ലൂഡഡ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ പോയ രണ്ടാമത്തെ ബിൽഡിങ്ങാണ്. ഒരു കോർട്ട് മോഡലിലാണ് ഇത് പണിതിരിക്കുന്നത്. മേ ബി ഒരു കോർട്ടായിരിക്കാം. അപ്പം താഴെ ഇരിക്കുന്നവർക്കും മേലെ ഇരിക്കുന്നവർക്കും ഒരുപോലെ പങ്കെടുക്കാവുന്ന രീതിയിലാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺസ് വി ഷുഡ് വിസിറ്റ് എ ഹെറിറ്റേജ് ഹൗസ് എന്നാണ്. വെറെവർ വി ലീവ്സ് വി ക്യാൻ ഫൈൻഡ് ഇറ്റ്. അതിലൂടെ അവരുടെ പൈതൃകം, കൾച്ചർ ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ബെറ്റർ ദാൻ ലിസണിങ് ഫ്രം എ പേഴ്സൺ. ഈ ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് മണ്ണുകൊണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വി വിൽ ഗെറ്റ് എ നാച്ചുറൽ അരോമ. മണ്ണിൻ്റെയും ഒരു ഹെർബ്സിൻ്റെയൊക്കെ ഒരു സ്മെല്ല്. പക്ഷെ അതൊരു പ്രത്യേക ഫീലാണ്. Also, we can do a time travel to the people life who lived there before. That's a different experience.
ഇപ്പോൾ ഈ കാണുന്ന വീടുകൾ ഒരു 100 years മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. അതായത് ഒരു 80s വീടുകൾ. അന്നത്തെ അവരുടെ ഹൗസിങ് ഇൻറ്റീരിയർ, അന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അന്ന് ഈ ഫാമിലിയിൽ ജീവിച്ചിരുന്ന ആരൊക്കെയാണെന്ന് ഈ ഫ്രെയിം ചെയ്ത പിക്ചേഴ്സിലൂടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എവിടെ പോയാലും പിള്ളേരെ പറ്റിക്കാൻ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷേ എൻ്റെ കണ്ണിൽപ്പെട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്ന ആറ്റിറ്റ്യൂഡിൽ ഒരു പഞ്ഞിമിഠായി കട നടത്തുന്ന ഒരു അമ്മച്ചിയാണ്. അവിടുന്ന് കുറച്ച് പഞ്ഞിമിഠായി മേടിച്ചു. 3 പൗണ്ടാണ് പഞ്ഞിമിഠായിക്ക്. പക്ഷേ അത് ഇച്ചിരി കൂടുതലാണെങ്കിലും മേടിച്ചു. എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ മേടിച്ച് തിന്നണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടത് മുടക്കാൻ പാടില്ലല്ലോ. ഇനി പോകുന്നത് ഓക്ഡെയിൽ വർക്ക്മെൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. ഇത് അന്നത്തെ വർക്ക്മെൻസിന് വേണ്ടി അവരുടെ ലേഷ്യർ ടൈം ചെലവഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ബിൽഡിംഗാണ്. അവിടെ അവർക്ക് ഗെയിമിംഗ് ഏരിയ, ബുക്ക് റീഡിംഗ്, ലൈബ്രറി ഹാൾ, കൂടാതെ മീറ്റിംഗ് ഹാൾ, ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഈ കാണുന്ന ഹാൾ അവർ ഇവൻറ്റ്സ്, മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്നു. ഈ കാണുന്നത് 1936 ഒരു പോസ്റ്റ് ഓഫീസാണ്. പിന്നീട് അവർ 1993 അവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് എല്ലാ ഹട്ടുകളും കാണാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ഇറങ്ങിയത് ഒരു 1 o'clock ശേഷമാണ്, എത്തിയത് ഒരു 2 o'clock ആയപ്പം. ശരിക്കും പറഞ്ഞാൽ ഒരു 1 day തന്നെ വേണം അവിടെ ഫുൾ ഡേ കണ്ട് തീർക്കാൻ. അപ്പം ഞങ്ങൾക്ക് പോകാൻ ടൈമായി. 5 o'clock അത് ക്ലോസ് ചെയ്യും. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ചെമ്മരിയാടുകളൊക്കെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ശല്യം ചെയ്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. See you until next time. Bye bye.